സംസ്ഥാനത്ത് ഈ വർഷം മൺസൂൺ മഴ ഏറ്റവും കുറവ് ലഭിച്ചത് വയനാട് ജില്ലയിലാണ്. തുടർച്ചയായി ലഭിച്ച മഴയാണ് ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണമെന്ന് സംസ്ഥാന കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂരിലാണ്. സെപ്റ്റംബർ അവസാനം വരെ മൺസൂൺ മഴ ശക്തമാകുമെന്നും അറിയിപ്പുണ്ട്. വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ളത് കാലാവസ്ഥയിലും മഴയിലും ഉണ്ടായ മാറ്റമാണ്. ഇത്തവണ മൺസൂൺ മഴ ഏറ്റവും കുറവ് ലഭിച്ച ജില്ല വയനാടും ഇടുക്കിയുമാണ്. എങ്ങനെയാണ് മഴ മുന്നറിയിപ്പുകൾ നൽകുന്നത്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നത്. എന്തിനെ അടിസ്ഥാനമാക്കിയാണ് മഴ മുന്നറിയിപ്പുകൾ നൽകുന്നതെന്ന് നോക്കാം. കാലാവസ്ഥ പ്രവചനത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവേറ്ററികളിൽ നിന്ന് അന്തരീക്ഷ മർദ്ദം, താപനില, കാറ്റിൻ്റെ ദിശ, സ്പീഡ്, ആർദ്രത ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ മെഷർ ചെയ്യും. ഇന്ത്യയിൽ പല ഒബ്സർവേറ്ററികളുണ്ട്. അങ്ങനെ നമുക്ക് മാനുവലായിട്ട് ഒബ്സർവേഷൻ എടുക്കുന്നതും ഓട്ടോമാറ്റിക്കായിട്ട് ഒബ്സർവേഷൻ എടുക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ എടുക്കുന്നത് അതേപോലെ തന്നെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അതേ സമയത്ത് ഒബ്സർവേഷനുകൾ എടുക്കാറുണ്ട്. അത് പ്രകാരം നമ്മൾ വെതർ ചാർട്ടുകൾ പ്രിപ്പയർ ചെയ്യും. അതിന് നമ്മൾ ഫോർകാസ്റ്റർമാർ മാനുവലി ഇത് അനാലിസിസ് ചെയ്യാറുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഇത് അനാലിസിസ് നടത്താറുണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ അനാലിസിസിൻ്റെ ഇൻപുട്ട് അതും നമ്മൾ ഫോർകാസ്റ്റർമാർ നടത്തുന്ന മാനുവലായിട്ടുള്ള അനാലിസിസിൻ്റെ ഇൻപുട്ടും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് 7 ദിവസത്തെ കാലാവസ്ഥ നമ്മൾ പ്രവചിക്കുന്നത്. ഈ വർഷം ഏറ്റവും കുറവ് മഴ ലഭിച്ച ജില്ലകൾ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ്. പിന്നെ ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, വയനാട് ജില്ലകളിലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചിരിക്കുന്നത്. സാധാരണ നമ്മളിപ്പോൾ മഴ കൂടുതൽ കിട്ടുന്ന 2 ജില്ലകളാണ് വയനാട്, ഇടുക്കി. അവിടെ മഴ നമുക്ക് ഈ വർഷം ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 9 രാവിലെയുള്ള മഴയുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ജില്ലകളിലാണ് മഴ ഏറ്റവും കുറവ് കിട്ടിയിരിക്കുന്നതെന്നാണ്. മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് ഇതാണ് മഴ ലഭിക്കുന്ന മുറയ്ക്ക് നൽകുന്ന അലേർട്ടുകൾ. ഈ അലേർട്ടുകൾ എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത് നോക്കാം. ഓരോ ജില്ലയിലും എത്ര മഴ പെയ്യും എന്നുള്ളതാണ് നമ്മൾ യെല്ലോ, ഓറഞ്ച്, റെഡ് അലേർട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മഴയില്ലെന്നല്ല. കളർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അപകടകരമായ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ആപത്ഘട്ടത്തിലേക്ക് പോകുന്ന അത്ര മഴയില്ല എന്നുള്ളതാണ് അതിനർത്ഥം. ഗ്രീൻ കളറിലാണ് ഒരു ജില്ല അടയാളപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അവിടെ മഴയുണ്ടാകും. പക്ഷേ സാധാരണ പോലെയുള്ള മിതമായ തോതിലുള്ള മഴയായിരിക്കും. അതായത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ 6 സെൻറ്റിമീറ്ററിൽ താഴെ മഴയെ 24 മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. മഞ്ഞ അലേർട്ട് എന്ന് പറഞ്ഞാൽ 6 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ മഴ 24 മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഓറഞ്ച്, പിന്നെ 20 സെൻറ്റിമീറ്റർ മുകളിലാണെങ്കിൽ റെഡ് അലേർട്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ 24 മണിക്കൂറിനകത്ത് മഴയെ അല്ലെങ്കിൽ കാലാവസ്ഥ എങ്ങനെ വിന്യസിക്കപ്പെടുന്നു എന്നുള്ളതിനെയാണ് നൗകാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 24 മണിക്കൂറിന് ഉള്ളിൽ ഒരു ദിവസത്തിൽ എല്ലാ ദിവസവും ഒരേ സമയത്ത് ഒരേപോലെ ആയിരിക്കില്ല ഒരു മഴയുടെ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കൂടി തിരിച്ചറിയാനായിട്ടാണ് നൗകാസ്റ്റ് ഉപയോഗിക്കുന്നത്. മഴയുടെ തോത്, കാറ്റിന്റെ ഗതി ഇവയൊക്കെ സമുദ്രവുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അങ്ങനെയെങ്കിൽ മഴ മുന്നറിയിപ്പ് നൽകുമ്പോൾ തീരദേശത്തും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. തീരദേശത്തെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് നൽകുന്നത്? ന്യൂനമർദ്ദ പാത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അന്തരീക്ഷ മർദ്ദം കുറഞ്ഞ ഒരു മേഖലയാണ്. അതൊരു സാധാരണഗതിയിൽ നമ്മളെ സംബന്ധിച്ച് മൺസൂൺ സമയത്ത് ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ നീണ്ടു കിടക്കുന്ന, പലപ്പോഴും അതിൻ്റെ സ്ഥാനവും അതിൻ്റെ ശക്തിയും ഒക്കെ മാറിയും മറിഞ്ഞൊക്കെ ഇരിക്കും. പക്ഷേ സാധാരണഗതിയിൽ കണ്ടുവരുന്നത് ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെയാണ്. അപ്പോൾ അതിൽ തന്നെയും കേരളത്തിന് അടുത്ത് കിടക്കുമ്പോഴൊക്കെയാണ് നമുക്ക് കേരളത്തിൽ മഴ കൂടുതൽ കിട്ടുക. അപ്പോൾ അതൊരു ഒരു ന്യൂനമർദ്ദ പ്രദേശമാണ്. അതേസമയത്ത് അത് നമ്മൾ കാണുന്നത് നമ്മുടെ കടൽ നിരപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ചാർട്ടിൻ്റെ കാര്യം പറയണമെങ്കിൽ നമ്മൾ സർഫസ് ചാർട്ടുകൾ അല്ലെങ്കിൽ ഭൗമ ഉപരിതലത്തിൽ കാണുന്ന ഒരു പ്രതിഭാസമാണെന്ന് പറയും. പക്ഷെ അതിന് നേരെ മറിച്ച്
ചക്രവാത ചുഴി എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ കാണുന്നത്, അതായത് അന്തരീക്ഷത്തിൽ ഉയർന്ന നിലകളിൽ കാണുന്നത്. അപ്പം നമ്മൾ കടലിലെ അല്ലെങ്കിൽ വെള്ളത്തിലെ ചുഴികൾ എന്നുള്ള പറയുന്നത് പോലെ തന്നെ അന്തരീക്ഷം, വായുവും ഒരു ഫ്ലൂയിഡാണല്ലോ, ഇപ്പം അന്തരീക്ഷത്തിലുള്ള ചുഴികളാണ്. നമ്മൾ ഏത് ഫ്ലൂയിഡിലും കാണുന്ന പോലെ തന്നെയുള്ള ഒരു ചുഴി അല്ലെങ്കിൽ ഒരു വോർട്ടെക്സ് ആണ് ഈ അന്തരീക്ഷ ചുഴി എന്ന് പറയുന്നത്. മഴയെ സ്വാധീനിക്കും. ഇത് അന്തരീക്ഷ ചുഴി എവിടെ നിൽക്കുന്നു, ഇപ്പോൾ എവിടെയെങ്കിലും നിന്നാലൊന്നും നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മളുടെ വിസിനിറ്റിയിൽ, നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിലാണ് അത് നമ്മുടെ ഇവിടെ വീശുന്ന കാറ്റിനെ ശക്തിപ്പെടുത്തുകയും അതുവഴി കൂടുതൽ മഴ കിട്ടാനും ഒക്കെ സാധ്യതയുണ്ടാകും. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രബന്ധങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വാക്കുകളാണ് എൽ നിനോ, ലാനിനോ പ്രതിഭാസങ്ങൾ. സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പ്രതിഭാസങ്ങൾ കേരളത്തിന്റെ കാലാവസ്ഥയെയും കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. സമുദ്ര ഉപരിതലത്തിലെ താപനില കൂടുന്ന അവസ്ഥയാണ് എൽ നിനോ. ഇത് അന്തരീക്ഷത്തെ സാധാരണയിലും കൂടുതലായി ചൂടാക്കും. ചൂടിന്റെയും കാറ്റിന്റെയും മഴയുടെയും ഗതിയും ദിശയും എൽ നിനോയുടെ അഗാധ വലയത്തിലാകുന്ന അവസ്ഥ. സമുദ്രോപരിതലത്തിലെ താപനില ക്രമാതീതമായും കുറയുന്ന അവസ്ഥയാണ് ലാനിനോ. ഇനി വരാനിരിക്കുന്നത് ലാനിനോ ആണ്. ഇതിന്റെ ഫലമായിട്ട് മഴയും കൂടും. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് മഴ പെയ്തത് വയനാട് ജില്ലയിലാണെന്നുള്ള കാര്യം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇത്തരത്തിൽ മഴ കൂടുതൽ ലഭിക്കുന്ന സ്ഥലത്തല്ല പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. മഴയുടെ തോത്, ലഭിക്കുന്ന സമയം ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. വരുന്ന 5 വർഷ കാലയളവിൽ മഴയിലും കാലാവസ്ഥയിലുമൊക്കെ കാര്യമായ മാറ്റമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത്. ക്യാമറാമാൻ വിച്ചു എം സായിക്കൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.